പുതിയൊരു വർക്കാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ ഇനി നമ്മൾ ക്ലയൻറ്റ് വരാൻ വേണ്ടി വീട്ടുകാരെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സെറ്റിയുടെ പൊസിഷൻ അറിയണം. ഓക്കെ, അന്നേരം നമുക്കൊരു പ്ലഗ് പോയിൻ്റ് കോർണർ നോക്കിയിട്ട് മൊബൈൽ ചാർജിങ്ങിനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ TV യൂണിറ്റ് എവിടെ സെറ്റ് ചെയ്യുന്നറിയില്ല. ചിലർ ഡൈനിങ് ഹാളിൽ, ചിലർ ഡ്രോയിങ് റൂമിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അറിയണം. വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഇവിടെ ബെഡ് ചില ആളുകൾ ഇപ്പം 2 വിൻഡോസ് ഉണ്ട് അപ്പുറം ഇപ്പുറം, സെൻട്രലൈസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം ചിലർ ബെഡ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പുറം ഇപ്പുറം ചെറിയ 2 ടേബിൾ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ബെഡ് സ്വിച്ച് അറേഞ്ച് ചെയ്യാൻ. AC-യുടെ പൊസിഷൻ അത് നോക്കിയിട്ട് വേണം അറേഞ്ച് ചെയ്യാൻ. അതേപോലെ കബോർഡിൻ്റെ പൊസിഷൻ അറിഞ്ഞിട്ട് വേണം, മെയിൻ സ്വിച്ച് ബോർഡ്, കബോർഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ബാത്റൂം പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീൽഡ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ്, ഡൈവേർഷൻ ആണെങ്കിൽ അങ്ങനെ, അതല്ല സാധാ നോർമലിലാണെങ്കിൽ അങ്ങനെ. കൺസീൽഡ്, ഫ്ലഷ് ടാങ്ക്, വാൾമൗണ്ട് ക്ലോസറ്റ് ആണെങ്കിൽ അത് ആദ്യം തന്നെ അറേഞ്ച് ചെയ്ത് ഏതാണെന്നുള്ളത് ഫിക്സ് ചെയ്യണം. ഓക്കെ, അതേപോലെ സ്റ്റെയറിൻ്റെ താഴെയാണ് ഇൻവെർട്ടർ സെറ്റിങ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കിച്ചണിൽ അതേപോലെ തന്നെ ഇവിടെ ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ്, ഫ്രിഡ്ജ് വെക്കാൻ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് നോക്കണം. അതേപോലെ ഇവിടെ സിങ്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മിക്സി, ഇൻഡക്ഷൻ, അതേപോലെയുള്ള സാധനങ്ങൾക്ക്, അതുപോലെ മോട്ടറിൻ്റെ പൊസിഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ വീട്ടുകാർ വന്നാൽ ഫസ്റ്റിൽ തന്നെ ചോദിച്ച് അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൺസീൽഡിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ വർക്കിന് മുമ്പ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക. ഇലക്ട്രീഷ്യന്മാർ ചോദിച്ചില്ലെങ്കിലും, ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇനി ചോദിച്ചില്ലെങ്കിൽ തന്നെ വീട്ടുകാർ അത് പറഞ്ഞ് കൃത്യമായിട്ട് അവരെ കാണിച്ചു കൊടുക്കണം, മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു എൻജിനീയർ ഉണ്ടെങ്കിൽ അത് തന്നെ, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അഭിപ്രായങ്ങൾ നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നീട് തേച്ച് കഴിഞ്ഞ് നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ബെഡല്ലായിരുന്നു, ഇവിടെ കബോർഡായിരുന്നു, ഇവിടെ സ്വിച്ച് ബോർഡ് വന്ന് ബുദ്ധിമുട്ടായി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വളരെയേറെ ബുദ്ധിമുട്ടാവും. പിന്നീട് രണ്ടാമതും വെട്ടിപ്പൊളിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ.